നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് 1600 രൂപ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. സാമൂഹിക സുരക്ഷാ പെൻഷനും നമ്മളുടെ ക്ഷേമനിധി പെൻഷനും ഒക്കെ വാങ്ങുന്ന ആളുകൾക്കാണ് ഏപ്രിൽ മാസത്തിലെ ആദ്യ ആഴ്ചയിൽ തന്നെ 1600 രൂപ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കുറേ ആളുകൾക്കൊക്കെ പെൻഷൻ ലഭിക്കുവാനുണ്ട്. അത് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കല്ല, മറിച്ച് കൈകളിൽ നേരിട്ട് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു തുക ഇനി ലഭിക്കുവാനുള്ളത്. ഈ മാസം 14-ാം തീയതിക്ക് മുമ്പ്, അതായത് ഏപ്രിൽ മാസം 14 വിഷുവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു 14-ാം തീയതിക്ക് മുമ്പ് തന്നെ എല്ലാ ആളുകളുടെയും വീട്ടിലേക്ക് സഹകരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ വഴി ഈ ഒരു തുക എത്തിച്ചു നൽകണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു തുക, അതായത് കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കുള്ള തുക നമ്മളുടെ വീടുകളിലേക്ക് വിതരണം ആരംഭിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിച്ച ആളുകളിൽ ചിലർക്ക് പെൻഷൻ തുകയിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പെൻഷൻ തുകയിൽ കുറവുകൾ സംഭവിക്കുമ്പോൾ പല ആളുകളും നമ്മളുടെ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്താറുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ പെൻഷൻ തുകയിൽ ഇത്തരത്തിൽ കുറവുകൾ സംഭവിച്ചതെന്ന്. 200 രൂപ മുതൽ 500 രൂപ വരെയൊക്കെയാണ് കുറവുകൾ സംഭവിക്കുക. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമാണ്. 2023 ജനുവരി മാസം മുതൽ ഈ ഒരു കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാർ നേരിട്ടാണ് ഇത്തരത്തിലുള്ള പെൻഷൻകാരുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുക. 2023 മുമ്പ് ഈ ഒരു തുക കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് സംസ്ഥാന സർക്കാരായിരുന്നു പെൻഷൻ ആദ്യം വിതരണം ചെയ്യുക. പിന്നീടായിരുന്നു ഈ ഒരു തുക കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ ഒരു രീതിയിൽ മാറ്റം വരുത്തുകയും പെൻഷൻകാരുടെ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് തുക നിക്ഷേപിച്ചോളാമെന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യം മുതലാണ് ഇത്തരത്തിൽ കുറവുകൾ വരാൻ തുടങ്ങിയത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു തുക നമ്മളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് വരുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കളിൽ 2-3 തവണ ഇപ്പോൾ പെൻഷൻ തുടർച്ചയായി മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എത്തി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പെൻഷൻ മുടങ്ങുന്നതെന്ന് അന്വേഷിക്കുകയും അവർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് പെൻഷൻ തുടർന്ന് ലഭിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത മാസം മുതൽ ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ കൈകളിലേക്കോ ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്ത് തന്നെയായാലും കുറേ നാളുകളായി ഇപ്പോൾ സംസ്ഥാന സർക്കാർ എല്ലാ മാസവും പെൻഷൻ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇത് ഇങ്ങനെ തന്നെ തുടരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃത്യമായ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്ക് ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക. താങ്ക്